നരേന്ദ്രമോദിയുടെ ഓരോ ലോകയാത്രകൾക്കും വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കാറുണ്ട്. ഈ യാത്രകൾക്കൊക്കെ സ്പെഷ്യലാക്കാനും അദ്ദേഹം പരിപൂർണമായും ശ്രദ്ധിക്കാറുമുണ്ട്. ലോക നേതാക്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് പറയാതെ വയ്യ. കഴിഞ്ഞ ജന്മദിനത്തിൽ പോലും മോദിക്ക് ആശംസ അറിയിച്ച് ഈ ലോക നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം മാറ്റി നിർത്തിയാൽ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ തലവന്മാർക്ക് നൽകാൻ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം അദ്ദേഹം എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. ആകർഷവും അതിലേറെ പ്രാധാന്യവും അർഹിക്കുന്ന സമ്മാനങ്ങളാകും അവ. ഇപ്പോൾ 3 ദിവസത്തെ US സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട സമ്മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഈ സമ്മാനങ്ങൾ എന്താണ് എന്നറിയാനും അവയുടെ പ്രത്യേകത എന്താണ് എന്നറിയാനുമുള്ള അന്വേഷണത്തിലാണ്. പരിപൂർണമായും കൈകൊണ്ട് നിർമ്മിച്ച പുരാതനമായ ഒരു ട്രെയിൻ മോഡലാണ് ബൈഡന് സമ്മാനിച്ചതെങ്കിൽ പ്രഥമ വനിതയ്ക്ക് നൽകിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള അതിമനോഹരമായ പശ്മീന ഷോളാണ്. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് അദ്ദേഹം സമ്മാനങ്ങൾ കൈമാറിയത്. വെള്ളി കൊണ്ട് നിർമ്മിച്ച ട്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത അപൂർവവും അസാധാരണവുമായ ഒരു കലാസൃഷ്ടിയാണ്. 92.5% വെള്ളിയിൽ നിർമ്മിച്ച ഈ ട്രെയിനിൽ കൊത്തുപണികളും ഫിലിഗ്രി വർക്ക് തുടങ്ങിയ പരമ്പരാഗത ലോഹ നിർമ്മാണ കലാരീതിയും പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ സൃഷ്ടി സ്റ്റീം ലോക്കോമോട്ടീവ് യുഗത്തോടുള്ള ആദരവ് കൂടിയാണ്. കൂടാതെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും ഈ ട്രെയിൻ സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിനിന്റെ വശങ്ങളിൽ ഡൽഹി ഡെലാവെയർ എന്നും എഞ്ചിന്റെ വശങ്ങളിൽ ഇന്ത്യൻ റെയിൽവേകൾ എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രഥമ വനിതയായ ജിൽ ബൈഡനുള്ള ഷോൾ ജമ്മു കാശ്മീരിലെ കരകൗശല വിദഗ്ധർ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുന്നിയെടുത്തതാണ്. ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ചങ്താങ്ങി ആടിൽ നിന്നാണ് ഷോൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രോമങ്ങൾ എടുക്കുന്നത്. തുടർന്ന് ഈ രോമങ്ങളെ നൂലാക്കി അവർ നെയ്ത് ഷാളാക്കുന്നു. സസ്യങ്ങളിൽ നിന്നും ധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത ചായങ്ങളാണ് ഇവയ്ക്ക് മനോഹരമായ നിറങ്ങൾ സമ്മാനിക്കുന്നത്. ഇത് ജമ്മു കാശ്മീരിൽ ശൈത്യകാല കോട്ടിനൊപ്പം ഉപയോഗിച്ചു വരുന്നതാണ്. കൂടാതെ ആധുനിക ഡിസൈനർമാർ പുതിയ നിറങ്ങൾ, പാറ്റേണുകൾ കൂടാതെ ഫ്യൂഷൻ ശൈലികൾ പോലും ഫാഷനുകൾ നിർമ്മിക്കുന്നതിൽ പരീക്ഷിക്കുന്നുണ്ട്. ഏറെ ഗുണനിലവാരവും സമാനതകളില്ലാത്ത സൗന്ദര്യവുമുള്ളതുമാണ് പശ്മീന ഷോൾ. പശ്മീന ഷോളുകൾ പരമ്പരാഗതമായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള കോപ്പിയർ മാഷെ ബോക്സുകളിലാണ് പാക്ക് ചെയ്യുന്നത്. പേപ്പർ, പൾപ്പ്, പശ, മറ്റ് പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ബോക്സുകൾ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കാശ്മീരിന്റെ സമ്പന്നമായ സംസ്കാരത്തെ, പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന തനതായ കലാസൃഷ്ടിയാണ് മാഷെ ബോക്സും എന്നതാണ് ഇതിന്റെ സവിശേഷത. അതേസമയം ഇന്ത്യയിലേക്ക് അതുല്യമായ 297 പുരാവസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കിയതിനെ US പ്രസിഡന്റ് ജോ ബൈഡനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യയും US-ഉം സാംസ്കാരിക സ്വത്തുക്കളുടെ അനധികൃത കടത്ത് തടയുന്നതിനും പുരാതന വസ്തുക്കൾ അവയുടെ ഉത്ഭവ സ്ഥലത്തേക്ക് തിരികെ നൽകുന്നതിനുമുള്ള കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു. എക്സ് അക്കൗണ്ടിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചത്. ഡെലാവെയറിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്ക് പ്രസിഡന്റ് ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബൈഡൻ വിൽമിംഗ്ടണിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ചു. കോഡ് മീറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം UN ജനറൽ അസംബ്ലിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്യാൻ മോദി ന്യൂയോർക്കിലേക്ക് പോയി. അവിടെ ലോങ് ഐലൻഡിൽ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി പരിപാടിയിൽ പങ്കെടുക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അന്തർജാലകങ്ങൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികളുടെ CEOമാരുമായും നരേന്ദ്രമോദി ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.